Hi friends, welcome back to CSEB and PSC Master YouTube channel. അപ്പോൾ ജൂനിയർ ക്ലർക്കിനുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഇന്നത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് ഹെൽഡ് ആസ് പെർ ഡാഷ്. ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഈസ് ഹെൽഡ് ആസ് പെർ ഡാഷ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റൂൾ 8. ആസ് പെർ റൂൾ 8 പ്രകാരമാണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഹെൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ മെമ്പർ ആക്ട്സ് എഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് എ സൊസൈറ്റി ഹി ക്യാൻ ബി എക്സ്പെൽഡ് ബൈ ഡാഷ്. ഒരു സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെതിരായിട്ടൊരു മെമ്പർ ആക്ട് ചെയ്താൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള അധികാരം ആർക്കാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിനാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള അധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് കേസസ് ആക്ട്. കേസസ് ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഒരു മെമ്പറിനെ പുറത്താക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 17. സെക്ഷൻ 17 പ്രകാരമാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേസസ് ആക്ടിലെ സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രൈബ്യൂണൽ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് കേസസ് ആക്ട്. ഏത് സെക്ഷൻ പ്രകാരമാണ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 81. സെക്ഷൻ 81 പ്രകാരമാണ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് റൈഫേസൺ സൊസൈറ്റീസ് വാസ് ഡാഷ്. റൈഫേസൺ സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏത് പ്രദേശമായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, എ വില്ലേജ്. എ വില്ലേജിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഓപ്പറേഷനായിരുന്നു റൈഫേസൺ സൊസൈറ്റീസിന് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻ ഹാർഡി വാസ് എ ഫേമസ് കോപ്പറേറ്റർ ഇൻ ഡാഷ്. ബെൻ ഹാർഡി ഏത് രാജ്യത്തെ ഫേമസ് കോപ്പറേറ്റർ ആയിരുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജർമ്മനി. ജർമ്മനിയിലെ ഫേമസ് കോപ്പറേറ്റർ ആയിരുന്നു ബെൻ ഹാർഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് നോൺ ആസ് കാർവേസ് അഡീഷൻ ടു ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കാർവേയുടെ അഡീഷൻ ടു ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിലേക്ക് അദ്ദേഹം ആഡ് ചെയ്ത ആ പ്രിൻസിപ്പിൾ ഏതായിരുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നുള്ള പ്രിൻസിപ്പിളാണ് കാർവേയുടെ പ്രിൻസിപ്പിൾ, കാർവേസ് അഡീഷൻ ടു ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ എയിം ഓഫ് ലേബർ കോളനീസ് ഫൗണ്ടഡ് ബൈ റോബർട്ട് ഓവൻ വാസ് ഡാഷ്. റോബർട്ട് ഓവൻ ഫൗണ്ട് ചെയ്ത ലേബർ കോളനീസിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എലിമിനേറ്റിംഗ് ചൈൽഡ് ലേബർ എന്നുള്ളതായിരുന്നു ലേബർ കോളനീസ് റോബർട്ട് ഓവൻ സ്ഥാപിച്ചതിലൂടെ ലക്ഷ്യമിട്ടത്, എലിമിനേറ്റിംഗ് ചൈൽഡ് ലേബർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കിമ്മറീസ് ആർ ഇൻ ഡാഷ്. കോപ്പറേറ്റീവ് സെക്ടറിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ സ്കിമ്മറീസ് അത് ഏത് രാജ്യത്തിൻ്റെ പ്രത്യേക സ്ഥാപനമായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അയർലൻഡ്. അയർലൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാണ് സ്കിമ്മറീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെൻമാർക്ക്. ഡെൻമാർക്ക് ഹാസ് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കോപ്പറേറ്റീവ് ലോയിൽ നിന്നും അതുപോലെ ഫോറിൻ കോപ്പറേഷനിൽ നിന്നും എടുത്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.